Variation of velocity and acceleration in the suction and delivery pipes due to acceleration of the piston. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് തിയറി ആയിട്ട് പഠിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കതിനകത്ത് എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ, അതായത് HA ആക്സിലറേറ്റിംഗ് ഹെഡ് ഇൻ ദ സിലിണ്ടറാണ് നമുക്കിനകത്ത് നോക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ വെലോസിറ്റി ഹെഡിൻ്റെയും ഇക്വേഷൻ നമുക്ക് അവിടെ പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് ആ ടോപ്പിക്കിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പിസ്റ്റൺ ആ ഒരു സിലിണ്ടറിനകത്ത് കടന്ന് ടു ആൻഡ് ഫ്രോ ഇല്ലെങ്കിൽ ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേഡ്സ് മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. ഇനി ആ ഒരു പിസ്റ്റണിൻ്റെ ഏറ്റവും ലെഫ്റ്റ് അതുപോലെ തന്നെ ഏറ്റവും റൈറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ആ ഒരു പിസ്റ്റണിൻ്റെ ഏറ്റവും ലെഫ്റ്റ് അതുപോലെ ഏറ്റവും റൈറ്റ് പൊസിഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം അത് കഴിഞ്ഞ് ആ ഒരു വെലോസിറ്റി റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നോക്കാം. നമുക്കത് ഈ ഒരു പിസ്റ്റണിൻ്റെ കേസ് വരാൻ നേരത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ്, ഇതാണ് എക്സ്ട്രീം റൈറ്റ്, ഇതാണ് എക്സ്ട്രീം റൈറ്റ് പോയിന്റ്, ഇതാണ് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എത്തിയിട്ട് നമുക്ക് എന്താണ് ഈ പിസ്റ്റൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങോട്ടൊരു മൂവ്മെന്റ് ഇല്ല. എന്താണ് അത് വീണ്ടും തിരിച്ചിങ്ങോട്ട് പോകണം അല്ലേ. അപ്പോൾ ഒരു പിസ്റ്റൺ ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും അവിടെ എന്താണ് റിട്ടേൺ മൂവ്മെന്റ് നടത്തണമെങ്കിൽ എന്തായിരിക്കണം? ഈ പിസ്റ്റൺ അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കണം. അതാണ് ഈ കേസ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ആ എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ അതുപോലെ എക്സ്ട്രീം റൈറ്റ് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻ ദ സിലിണ്ടർ നമുക്ക് എന്താണ് വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ മാക്സിമം നമ്മുടെ ആ ഒരു സിലിണ്ടറിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററിൽ എത്തുമ്പോഴാണ് വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ എന്താകുന്നത്? മാക്സിമം ആകുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടെ ആലോചിച്ച് വെച്ചോളുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ കേസ് വരാൻ നേരത്ത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 3 ആംഗിൾ നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുകൂടെ ഞാനിവിടെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാണ്. ഒരു സ്ട്രോക്കിൻ്റെ സക്ഷൻ സ്ട്രോക്ക് ആയിക്കോട്ടെ. സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പിസ്റ്റൺ ഈ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നും എക്സ്ട്രീം റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ എത്തുകയാണ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെ. ആ സക്ഷൻ സ്ട്രോക്കിൻ്റെ കേസിൽ നമുക്കിവിടെ ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് സ്റ്റാർട്ട് ഓഫ് ദി സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്, ഇതാണ് എൻഡ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നടുക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മിഡിൽ ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രാങ്കിൻ്റെ ആംഗിൾ ഈ ഒരു ബിഗിനിങ് ഓഫ് ദ സ്ട്രോക്കിൽ 0 ഡിഗ്രിയും മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ 90 ഡിഗ്രിയും എൻഡ് ഓഫ് ദ സ്ട്രോക്കിൽ 180 ഡിഗ്രിയും ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോളുക. നമുക്ക് ആവശ്യമുള്ളൊരു കേസാണത്. ഓക്കെ, ഒരു ഏത് സ്ട്രോക്കും ആയിക്കോട്ടെ, നമുക്ക് സക്ഷൻ സ്ട്രോക്ക് ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി സ്ട്രോക്ക് ആയിക്കോട്ടെ, ഒരു സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ആ ആംഗിൾ ക്രാങ്ക് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി. മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ക്രാങ്കിൻ്റെ ആംഗിൾ 90 ഡിഗ്രി. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ആംഗിൾ 180 ഡിഗ്രി. ആ ഒരു കേസ് ഒന്ന് ആലോചിച്ച് വെച്ചോളാം. ഇനി നമുക്ക് അടുത്തത് ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് വരാം. ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ മാക്സിമം ആകുന്നത് എന്നാണ് നമുക്ക് ആ സിലിണ്ടറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അല്ലേ. ആ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ സെൻറ്ററിലായിരിക്കുമ്പോൾ നമുക്ക് മാക്സിമം വെലോസിറ്റി വരും. അപ്പോൾ നമുക്കിപ്പോൾ 3 കേസുകൾ നമ്മൾ പഠിച്ചു. ഒരു സ്റ്റാർട്ടിങ് ഓഫ് ദ സ്ട്രോക്കിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് പൊസിഷനിൽ പിസ്റ്റൻ്റെ വെലോസിറ്റി 0. മിഡിൽ ഓഫ് ദ സ്ട്രോക്ക്, ഏത് സ്ട്രോക്ക് ആയിക്കോട്ടെ, മിഡിൽ ഓഫ് ദ സിലിണ്ടറിൽ നമുക്ക് ആ ഒരു പിസ്റ്റൻ്റെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, അതായത് ഇത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രോക്കിൻ്റെ സക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെലിവറി ആയിക്കോട്ടെ, ആ സ്റ്റാർട്ടിങ്ങിൽ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ 0 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ആ വെലോസിറ്റി പതുക്കെ കൂടി നമ്മുടെ ആ ഒരു സെൻറ്റർ ഓഫ് ദി സ്ട്രോക്ക്, ഏത് സ്ട്രോക്ക് ആയിക്കോട്ടെ, ആ സ്ട്രോക്കിൻ്റെ സെൻറ്ററിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആകും. വീണ്ടും ആ വെലോസിറ്റി മാക്സിമം വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറഞ്ഞ് ആ ഒരു എൻഡ് ഓഫ് ദ സ്ട്രോക്കിലെത്തുമ്പോൾ വെലോസിറ്റി വീണ്ടും അഗൈൻ എന്താവും? 0 ആകും. ഓക്കെ, അതായത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്ട്രോക്ക്, at the beginning of each stroke the piston will be having an acceleration and at the end of each stroke the piston will be having a retardation. അതായത് എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആക്സിലറേറ്റിംഗ് ഫ്ലോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മാക്സിമം വെലോസിറ്റിയിൽ നിന്ന് ആ 0യിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ റിട്ടാർഡേഷൻ ആണ് നമ്മളവിടെ ഉണ്ടാവുക. ഇനി ഈ പിസ്റ്റണിനോട് ചേർന്ന് കിടക്കുന്ന ആ സിലിണ്ടറിനകത്തുള്ള ആ വാട്ടർ, അതേപോലെ സക്ഷൻ പൈപ്പിൽ ഡെലിവറി പൈപ്പിൽ ആ ഒരു വാട്ടറിനും ഈ പിസ്റ്റണിൻ്റെ അതേ കേസ് തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ. ദ വാട്ടർ ഇൻ ദ സിലിണ്ടർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത്
പിസ്റ്റൺ, അത് നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ ആ ഒരു പിസ്റ്റൺ നമ്മുടെ സിലിണ്ടറുമായിട്ട് ആ ഒരു പിസ്റ്റണുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കിടക്കുന്ന വാട്ടറിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്ത് അവസ്ഥയാണ് അവിടെ എന്താ വരിക? ആ ഒരു ഏത് സ്ട്രോക്കിൻ്റെ ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ആ വാട്ടറിന് അല്ലെങ്കിൽ ആ ലിക്വിഡിന് എന്തായിരിക്കും? ഒരു ആക്സലറേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പകുതി കഴിയാൻ നേരത്ത്, സ്ട്രോക്കിൻ്റെ പകുതി കഴിയാൻ നേരത്ത് ആ വാട്ടറിന് എന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് എന്താണെന്ന് പറയാം. ഇങ്ങനെ ആക്സലറേഷനും റിട്ടാർഡേഷനും ഉള്ളതുകൊണ്ട് യൂണിഫോം അല്ല എന്ന് നമുക്കവിടെ പറയാൻ പറ്റും. അങ്ങനെ യൂണിഫോം ഫ്ലോ അല്ലാത്ത കേസിൽ നമുക്കവിടെ എന്തുണ്ടാകും? ഒരു ആക്സലറേറ്റീവ് ഇല്ലെങ്കിൽ റിട്ടാർഡിങ് ഹെഡ് നമുക്ക് ഈ സിലിണ്ടറിനകത്ത് ഇല്ലെങ്കിൽ വാട്ടറിൽ സക്ഷൻ പൈപ്പിൽ അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിലൊക്കെ ആക്ട് ചെയ്യും. ഓക്കെ, ഈ ആക്സിലറേറ്റിംഗ് അതുപോലെ തന്നെ റിട്ടാർഡിങ് ഹെഡ് എന്താണ്? നമുക്ക് ആ സിലിണ്ടറിനകത്തുള്ള പ്രഷറിനെ എന്തായി ചേഞ്ച് ചെയ്യിക്കും. നമുക്ക് ഐഡിയൽ കണ്ടീഷനിൽ സിലിണ്ടറിനകത്ത് നമുക്ക് ഏത് പ്രഷർ മാത്രം ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് ഐഡിയൽ കേസിൽ സക്ഷൻ സ്ട്രോക്കിൽ സക്ഷൻ ഹെഡ് HSഉം ഡെലിവറി സ്ട്രോക്കിൻ്റെ കേസിൽ ഡെലിവറി ഹെഡ് HD മാത്രമാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തു പോകുന്നത് ഐഡിയൽ കേസിൽ. പക്ഷേ ഈ ഒരു ആക്സിലറേഷൻ ഇതേപോലെ യൂണിഫോം അല്ലാത്തത് കൊണ്ട് അവിടെ എന്തുണ്ടാവും? ആക്സിലറേറ്റിംഗ് ഹെഡ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി അതേപോലെ തന്നെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ, ഐഡിയൽ കേസല്ല എങ്കിൽ ഫ്രിക്ഷൻ റിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം എന്താ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം? ഈ സിലിണ്ടറിനകത്തുള്ള ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രിക്ഷണൽ ഹെഡ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അത് വെച്ചിട്ടൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയും ഇതിൻ്റെ തിയറി ടോപ്പിക്കായിട്ട് നമ്മൾ ആലോചിച്ച് വെക്കുക. ഇനി നമുക്കിവിടെ വരേണ്ടത്, നമുക്കിവിടെ 2 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ആദ്യമേ നമ്മളിവിടെ പറഞ്ഞു ഈ ക്രാങ്കിൻ്റെ ആംഗിൾ നമുക്കിവിടെ നോക്കി വെക്കുക. ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് എന്താ? ആംഗുലാർ സ്പീഡ് ഓഫ് ദ ക്രാങ്ക് ആണ് ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. അത് നമുക്ക് തീറ്റ ആണ് നമുക്ക് അവിടെ തന്നിരിക്കണം. ആംഗിൾ നോക്കുക, തീറ്റ നമുക്ക് ആംഗിൾ ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ? അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആണ്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പൈപ്പ് ആണ്. ഇവിടെ ഈ നമുക്ക് തീറ്റ തന്നിരിക്കണം. ഞാൻ ഓരോ ഡിഗ്രിയും പറഞ്ഞു. ബിഗിനിങ് ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ 0 ആയിരിക്കും, മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും, എൻഡ് ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്കിവിടെ ആ ഒരു ഒമേഗ ആംഗുലാർ സ്പീഡിൽ നമുക്ക് കിട്ടുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ടേൺഡ് ബൈ ദ ക്രാങ്ക് ഇൻ റേഡിയൻസ് ഇൻ ടൈം t. അത് നമുക്ക് എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ t എന്ന് നമുക്കവിടെ എഴുതാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ ബാക്കി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ പിസ്റ്റൺ ആണ്. സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പൈപ്പാണ്. അത് സക്ഷൻ പൈപ്പിൻ്റെ ഏരിയ ആകാം അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിൻ്റെ ആകാം. ഇനി സക്ഷൻ പൈപ്പിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മളവിടെ എന്തുകൊണ്ട് മാർക്ക് ചെയ്യും? സക്ഷൻ പൈപ്പിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ AS എന്ന് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡെലിവറി പൈപ്പിൻ്റെ ഏരിയ ആണെങ്കിൽ നമുക്ക് AD എന്ന് മാർക്ക് ചെയ്യും. അടുത്ത ലെങ്ത് ഓഫ് ദ സക്ഷൻ പൈപ്പ് ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ LS കൊണ്ട് മാർക്ക് ചെയ്യും. ഈ ലെങ്ത് ഓഫ് ദ ഡെലിവറി പൈപ്പ് ആണെങ്കിൽ LD കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്സലറേറ്റിംഗ് എഫക്റ്റ് ഇല്ല, ആക്സലറേറ്റിംഗ് ഹെഡാണ്. അതിന് നമ്മൾ HA എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി സക്ഷൻ ഹെഡിൻ്റെ കേസാണെങ്കിൽ ആക്സലറേറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് HAS കൊടുക്കുക. ഡെലിവറി ഹെഡ് ആണെങ്കിൽ HAD എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്കതിനകത്ത് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളിവിടെ ഒരു വെലോസിറ്റിയുടെ ഇക്വേഷൻ മാത്രം നോക്കി വെക്കുക. വെലോസിറ്റിക്ക് നമുക്ക് വെലോസിറ്റി ഓഫ് ലിക്വിഡ്, അതായത് വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, അതുപോലെ തന്നെ സിലിണ്ടർ, ഇതിനകത്തൂടെയൊക്കെ പോകുന്ന ആ ഒരു വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? സ്മോൾ ലെറ്റർ V ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ A/A ഇൻറ്റു ഒമേഗ R സൈൻ ഒമേഗ T. അവിടെ ഒമേഗ T എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അതൊന്ന് എഴുതി വെച്ചാൽ അപ്പോൾ നമുക്ക് എന്ത് വരും? V ഇസ് ഈക്വൽ ടു A/A ഇൻറ്റു ഒമേഗ R സൈൻ തീറ്റ എന്ന് വരും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ പൈപ്പ്, അതുപോലെ തന്നെ ഡെലിവറി പൈപ്പ്, സെക്ഷൻ പൈപ്പ്, ഇതിനകത്തൂടെയൊക്കെ പോകുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്തത് ആക്സിലറേറ്റിംഗ് ഹെഡിൻ്റെ കേസ്. നമ്മളിപ്പോൾ പറഞ്ഞ ആക്സിലറേറ്റിംഗ് ഹെഡിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. HAയുടെ വാല്യൂ, HA ആക്സിലറേറ്റിംഗ് ഹെഡ് ഇസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ R കോസ് തീറ്റ. ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ പഠിച്ചാലേ നമുക്ക് ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു കാരണവശാലും മറക്കരുത്, അത് പഠിച്ചു വെക്കണം. HA എന്ന് പറയുന്നത് ആക്സലറേറ്റിംഗ് ഹെഡ്,
പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സലറേഷൻ അല്ലെങ്കിൽ ആക്സലറേറ്റിംഗ് ഹെഡ് HA എന്ന് പറയുന്നത് L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ ആണ്. ഇവിടെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി പൈപ്പാണ്. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ക്യാപിറ്റൽ A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി സിലിണ്ടറോ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി പിസ്റ്റൺ, അത് നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം, രണ്ടും പറഞ്ഞാലും കറക്റ്റാണ്. അടുത്ത സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സക്ഷൻ പൈപ്പ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ഡെലിവറി പൈപ്പ് ആവാം. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ സ്പീഡാണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ക്രാങ്ക് ആണ്. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ് ഓഫ് ദ ക്രാങ്ക് ആണ്. അത് നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്കിനി കോമൺ ഇക്വേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇപ്പം നമ്മൾ എന്താണ് ആ ഒരു സക്ഷൻ പൈപ്പിൻ്റെ കേസാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് HAS സഫിക്സിൽ എസ് കൊടുക്കുക. ഈ ഇക്വേഷൻ്റെ സഫിക്സിൽ എന്ത് കൊടുക്കുക? എസ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? HAS = LS/G ഇൻറ്റു A/AS ഇൻറ്റു ഒമേഗ സ്ക്വയർ R ഇൻറ്റു കോസ് തീറ്റ. അതാ ഈ ഇക്വേഷനകത്ത് നമ്മൾ എന്താണ് എല്ലിന് പകരം LS കൊടുത്തു, എക്ക് പകരം AS കൊടുത്തു. ഇതാണ് നമുക്കവിടെ വന്ന മാറ്റം. ഇനി ഡെലിവറി പൈപ്പിൻ്റെ കേസിലാണെങ്കിലോ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ ഡെലിവറി പൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? HAD എന്താണ് LD/G ഇൻറ്റു A/AD ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ വ്യത്യാസം വരിക. എന്താണ് ലെങ്ത് ഓഫ് ദ പൈപ്പും അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ പൈപ്പുമാണ് നമുക്ക് എന്ത് വരിക വ്യത്യാസം അവിടെ വരിക. ബാക്കിയെല്ലാം നമുക്ക് ഇക്വേഷൻ എല്ലാം കോമൺ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി നമുക്കിവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിങ് ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി ആണ്. മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ 90 ഡിഗ്രി ആണ്. എൻഡ് ഓഫ് ദ സ്ട്രോക്കിൽ തീറ്റ 180 ഡിഗ്രി ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കേണ്ട ഒരു കേസാണ്. നമുക്ക് ഏത് പ്രോബ്ലത്തിനും നമുക്ക് ഈ 3 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പം നമുക്കിപ്പോൾ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തീറ്റ എന്ത് ചെയ്യണം? ഈ തീറ്റയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഇക്വേഷനകത്ത് തീറ്റയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ അറ്റ് ദ മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ തീറ്റയുടെ വാല്യൂ 90 ഇട്ട് കൊടുക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 180 ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് HA കോമൺ ഇക്വേഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ പൈപ്പിൻ്റെ ഡെലിവറി പൈപ്പിൻ്റെ എല്ലാം കോമൺ ഇക്വേഷൻ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. HA = L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് തീറ്റ = 0, കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? HA = L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും. ഇനി അടുത്ത് തീറ്റ = 90 ഡിഗ്രി, കോസ് 90 എന്ന് പറഞ്ഞാൽ അത്രയാണ് 0 ആണ്. അപ്പോൾ നമുക്ക് അവിടെ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഉണ്ടാവില്ല. നോട്ട് ചെയ്ത് വെക്കുക. തീറ്റ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ സ്ട്രോക്കിൽ ആക്സിലറേഷൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അവിടെ വെലോസിറ്റി മാക്സിമം ആകുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആക്സിലറേഷൻ എഫക്റ്റ് 0 എന്നാണ് നമ്മളവിടെ ഓർത്ത് വെക്കേണ്ടത്. അടുത്ത തീറ്റയുടെ വാല്യൂ 180 ആയിരിക്കുമ്പോൾ നമുക്ക് കോസ് 180 എന്ന് പറഞ്ഞാൽ എന്താണ് -1 ആണ്. അപ്പോൾ നമുക്കിതാ ഈ കിട്ടിയതിൻ്റെ എന്താണ് ഈ കിട്ടിയ വാല്യൂവിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് നമുക്കിവിടെ HAയിലേക്ക് എഫക്റ്റ് ഓഫ് ആക്സിലറേഷനിലേക്ക് നമുക്ക് വരിക. ഈ റൈറ്റ് സൈഡിലതെല്ലാം നമ്മളിവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്, കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അതെല്ലാം നമ്മളവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേസ്. അപ്പോൾ ഇവിടെ ഈ 3 കേസും നമുക്ക് നോക്കുമ്പോൾ എവിടെയാണ് നമുക്ക് മാക്സിമം പ്രഷർ ഡ്യൂ ടു ആക്സിലറേഷൻ എന്ന് പറയാൻ പറ്റുക? നോക്കിയാൽ ഇത് നോക്കുമ്പോൾ നമുക്ക് ഈ 3 വാല്യൂവും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ ഹെഡ് നമുക്ക് ഉണ്ടാകുന്നത് എവിടെയാണ്? പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ ഉണ്ടാകുന്നത് എവിടെയാണ്? തീറ്റ = 0 ആയിരിക്കാൻ നേരത്താണ്. അല്ല, തീറ്റ = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ് ഓഫ് എ സ്ട്രോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്റ്റാർട്ടിങ് ഓഫ് എ സ്ട്രോക്ക് അവിടെയാണ് നമുക്ക് എന്ത് എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ മാക്സിമം ആകുക. ഇനി എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഏറ്റവും മിനിമം ആകുന്ന എവിടെയാണ്? എൻഡ് ഓഫ് സ്ട്രോക്ക്. ഇത് സക്ഷൻ സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിങ് ആവാം, അതുപോലെ തന്നെ ഡെലിവറി സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിങ് ആവാം, അതുപോലെ തന്നെ എൻഡ് ഓഫ് ദി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സക്ഷൻ സ്ട്രോക്കിൻ്റെ എൻഡ് ആവാം, അല്ലെങ്കിൽ ഡെലിവറി സ്ട്രോക്കിൻ്റെ എൻഡ് ആവാം. എന്താണെങ്കിലും എന്താണ് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തീറ്റ = 180 ആകുമ്പോഴാണ് അവിടെ എന്ത് മിനിമം എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ വരിക. ഇനി ആക്സിലറേഷൻ്റെ എഫക്റ്റ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ 0 ആകുക എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? തീറ്റ = 90 ഡിഗ്രി ആവാൻ നേരത്താണ് നമുക്ക് ആ കേസ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കേസ്. അപ്പോൾ നമുക്ക് മാക്സിമം പ്രഷർ ഡ്യൂ ടു ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അവിടെ നമുക്ക് HAM മാക്സ് എന്ന് പറയുന്നത് L/G ഇൻറ്റു A/A ഇൻറ്റു ഒമേഗ സ്ക്വയർ R ആണ് നമുക്കവിടെ വരിക. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഓൺ ഫ്രിക്ഷൻ,
അതായത് നമുക്ക് ഫ്രിക്ഷൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ, നമുക്ക് സക്ഷൻ പൈപ്പിലെ ഡെലിവറി പൈപ്പിലെ ഫ്രിക്ഷൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കവിടെ ആ ഒരു എന്താണ് നമുക്കവിടെ വ്യത്യാസം വരുന്നത് നോക്കാം. അപ്പം നമുക്കിവിടെ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് ആ ഒരു ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഒരു പൈപ്പ് ഫ്ലോയുടെ കേസിലാണെങ്കിൽ നമുക്ക് HFൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് 4FL_V²/d2g. ഇത് നമുക്ക് ഡാർസി വെയ്സ്ബർഗ് ഇക്വേഷൻ ആണ് നമ്മുടെ ഇത്. എന്താണ് HF = 4FL_V²/d2g. ഇവിടെ ഞാൻ ആ വിക്ക് പകരം വെലോസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. ആ വിക്ക് പകരം നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് വി, വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻ ദ സക്ഷൻ പൈപ്പ് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പ് അല്ലെങ്കിൽ സിലിണ്ടർ. അതിനകത്തുള്ള ആ ഒരു വെലോസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ V = എന്താണ് A/A × ω/r sin θ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡാർസി വെയ്സ്ബർഗ് ഇക്വേഷൻ അത് ഇവിടെ ഒരു V² ഉണ്ടല്ലോ, ആ V²ൻ്റെ പ്ലേസിൽ നമ്മൾ ഈ ഇക്വേഷൻ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായി, നമുക്ക് ഈ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ആയി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കണം നോക്കാം. HF = എന്താ വന്നിരിക്കണം 4FL/d2g × വെലോസിറ്റി സ്ക്വയറിന് വരെ എന്ത് കൊടുത്തു, A/A × ω/r sin θ² എന്ന് കൊടുത്തു. ഇനി അത് സക്ഷൻ പൈപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ HFൻ്റെ കൂടെ ഒരു സഫിക്സിൽ HFS എന്ന് കൊടുത്തു. അവിടെ ഇപ്പോൾ നമുക്ക് സക്ഷൻ പൈപ്പിനും ഡെലിവറി പൈപ്പിൽ എന്തൊക്കെയാണ് വ്യത്യാസം? സക്ഷൻ പൈപ്പിൻ്റെ ലെങ്തും ഡെലിവറി പൈപ്പിൻ്റെ ലെങ്തും ഡിഫറൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ലെങ്ത് രണ്ടിന് അവിടെ വരുമ്പോൾ എന്താണ് സഫിക്സിൽ LS വരണം, ഇവിടെ വരുമ്പോൾ LD വരണം. അതേപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ദി സക്ഷൻ പൈപ്പും ഡയമീറ്റർ ഓഫ് ദി ഡെലിവറി പൈപ്പും ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെയും വ്യത്യാസം വരുന്നത് ആ DS-ഉം ഇവിടെ DD-യും കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കിയേ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് HFS = സക്ഷൻ പൈപ്പിൻ്റെ കേസിൽ HFS = 4FLS/ds × 2g × A/AS × ω/r sin θ² എന്ന് വരും. ഇനി HFD എന്ന് പറയുമ്പോൾ 4FLD/dd × 2g × A/AD × ω/r sin θ² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു കേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെയും നമ്മൾ മാക്സിമം, അതുപോലെ തന്നെ മാക്സിമം എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ, മാക്സിമം ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ ഇവിടെയും കണ്ടുപിടിക്കണം. അത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇവിടെയും നമുക്ക് ബിഗിനിങ് ഓഫ് എ സ്ട്രോക്ക്, മിഡിൽ ഓഫ് ദി സ്ട്രോക്ക്, എൻഡ് ഓഫ് ദി സ്ട്രോക്ക് നമുക്ക് നോക്കണം. അവിടെയും നമുക്ക് എന്താണ് തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ സ്റ്റാർട്ട് ഓഫ് സ്ട്രോക്ക്, തീറ്റയുടെ വാല്യൂ 90 ആയിരിക്കുമ്പോൾ മിഡിൽ ഓഫ് സ്ട്രോക്ക്, തീറ്റയുടെ വാല്യൂ 180 ആയിരിക്കുമ്പോൾ എന്താണ് എൻഡ് ഓഫ് ദി സ്ട്രോക്ക്. ഇവിടെ നമുക്ക് സൈൻ തീറ്റയാണ് ഓർക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഓഫ് ദി സ്ട്രോക്കിൽ സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. അപ്പോൾ ഇവിടെ ഈ സൈൻ 0 ആയി പോകുന്നുണ്ട്, ഈ ടോട്ടൽ ഇക്വേഷൻ എന്ത് വരും 0 ആകും അല്ലേ. അതായത് നമ്മൾ ഇത്രയും ആലോചിച്ചാൽ മതി, നമ്മളൊരു സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വെലോസിറ്റി ഒന്നുമില്ല, വെലോസിറ്റി മൂവിങ് ഒന്നും കേസില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് ഫ്രിക്ഷൻ ഇല്ല എന്നാണ് അർത്ഥം അല്ലേ. ഒരു രണ്ട് റിലേറ്റിംഗ് പാർട്ടിക്കിൾസ് തമ്മിൽ മൂവ് ചെയ്യുന്ന റിലേറ്റീവ് മൂവ്മെൻ്റ് ഉള്ളപ്പോഴാണ് അവിടെ എന്ത് വരിക, ഫ്രിക്ഷൻ്റെ എഫക്റ്റ് വരിക. മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എന്തായിരിക്കും ഫ്രിക്ഷൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഈ സൈൻ തീറ്റ = സൈൻ 0 വരുമ്പോൾ HF എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും. അടുത്ത മിഡിൽ ഓഫ് ദ സ്ട്രോക്ക്, അവിടെയാണ് മാക്സിമം വെലോസിറ്റി. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ സൈൻ 90 വരും. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ആൻസർ, സൈൻ തീറ്റ ² എന്ന് പറയുമ്പോൾ നമുക്കവിടെ HF = 4FL/d2g × A/A × ω/r² വരും. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം എന്താണ് ആ ഒരു പിസ്റ്റൺ എവിടെ ആയിരിക്കുന്നതാണ്, മിഡിൽ ഓഫ് ദി സ്ട്രോക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് വരിക, അവിടെയാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത്. അതുകൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി അടുത്ത എൻഡ് ഓഫ് ദി സ്ട്രോക്കിൽ നമുക്ക് എന്താ പറയുക, എൻഡ് ഓഫ് ദി സ്ട്രോക്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ, അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രോക്ക് തീറ്റ = 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 180 എന്ന് പറഞ്ഞാൽ അഗെയിൻ എന്താണ് 0 ആണ്. അപ്പോൾ അവിടെ HFൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സ്റ്റാർട്ടിങ് ഓഫ് ദി സ്ട്രോക്ക്, ഏത് സ്ട്രോക്കും ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് ഓഫ് ദി സ്ട്രോക്കിലും എൻഡ് ഓഫ് ദി സ്ട്രോക്കിലും പിസ്റ്റൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. പിസ്റ്റൻ്റെ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ അവിടെ മൂവിങ് ഇല്ല എന്നാണ് അർത്ഥം. മൂവിങ് ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, ഫ്രിക്ഷനും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഏറ്റവും മാക്സിമം വെലോസിറ്റി വരുന്ന മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് ആണ്. അപ്പോൾ മാക്സിമം വെലോസിറ്റി ഏറ്റവും കൂടുതലുണ്ട്, അവിടെ തന്നെ ആയിരിക്കും എന്ത് ഫ്രിക്ഷൻ്റെ എഫക്റ്റ് ഏറ്റവും മാക്സിമം വരാൻ ചാൻസും അവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നോക്കാനുള്ളത്. ഇനി നമുക്കിതിനകത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ് നമുക്കിതിനകത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഇത്രയും പഠിപ്പിച്ചതിനകത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് HASൻ്റെയും HADയുടെയും ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതുപോലെ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ്
HFSൻ്റെയും HFDയുടെയും ഇക്വേഷൻ പഠിച്ചു വെക്കുക. അത് നമുക്ക് പ്രോബ്ലത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വെച്ചിട്ട് ഏത് പ്രോബ്ലം നമുക്ക് ഇതിനകത്ത് ചോദിച്ചാലും നമുക്ക് ഇങ്ങനെയുള്ള കേസിലുള്ള പ്രോബ്ലം സിലിണ്ടറിനകത്തെ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ഈ 2 ഇക്വേഷൻ വെച്ചിട്ടുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ പറയേണ്ടത്. ഇനി ഐഡിയൽ കേസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഐഡിയൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിണ്ടറിനകത്ത് HSഉം അതുപോലെ തന്നെ HD, ഡെലിവറി സ്ട്രോക്കിൻ്റെ കേസിൽ HDയും സക്ഷൻ സ്ട്രോക്കിൻ്റെ കേസ് HS മാത്രമേ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മളത് എന്ത് പറയണത്? ഐഡിയൽ കേസ് എന്ന് പറയുന്നത്. ഇനി ഐഡിയൽ അല്ലാത്ത റിയൽ കേസുകളാണ് നമുക്ക് എന്തിൻ്റെയൊക്കെ എഫക്റ്റ് കൂടെ വരുന്നത് സിലിണ്ടറിനകത്ത്. ഈ ഒരു പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആക്സലറേറ്റിംഗ് ഹെഡും വരാം, അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഹെഡും നമുക്ക് വരാം. ഓക്കെ, അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ വരക്കുന്ന ആ ഒരു കേസാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പറയാൻ പോകുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിനെ കുറിച്ചും അതിൻ്റെ പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം.